ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൽ ടച്ചപ്പ് പോലെ നമ്മൾ പ്രാക്ടീസിന് പോവാണ് കേട്ടോ. ഈവനിങ് ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കി പാട്ടൊക്കെ വെച്ചിട്ട്, കാരണം എല്ലാവരും എപ്പോഴും ഒരുമിച്ചൊന്നും കിട്ടാറില്ലല്ലോ. അതിനുശേഷം നമ്മൾ കാലിലും കയ്യിലൊക്കെ മൈലാഞ്ചി ഇടുവാണ് കേട്ടോ. കൈകൊട്ടിക്കളി അല്ലെങ്കിൽ വട്ടക്കളി എന്നൊക്കെയാണ് പറയുന്നത്. തിരുവാതിരകളിയുടെ മറ്റൊരു ഫോം ഇപ്പം ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ നമുക്കും അങ്ങനത്തെ ചെറിയ പരിപാടികൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുങ്ങി ഈ ഡ്രസ്സ് നമ്മൾ ആദ്യമായിട്ടാണ് ഇടുന്നത്. ഇങ്ങനെ പെയർ ചെയ്തിട്ട് സെറ്റിൻ്റെ സ്കേർട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ പെയർ ചെയ്തു. റെഡി ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു എല്ലാവർക്കും കേട്ടോ. ഇതൊരു ഗുരുദേവൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ചെന്നു, ഫുള്ളി അലങ്കരിച്ചിട്ട് നല്ല രസമായിരുന്നു. പോകുന്ന വഴിയൊക്കെ റോഡൊക്കെ ഫുൾ അലങ്കരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ ആദ്യം പുറത്ത് നിൽക്കുമായിരുന്നു കുറച്ച് നേരം. എല്ലാവരും കൂടെ വന്നിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കയറിയത്. അതിനിടയ്ക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത്, കാരണം ചാടി കളിക്കേണ്ടതല്ലേ, അപ്പോൾ അതുകൊണ്ടെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കേട്ടോ. പിന്നെ അവിടുത്തെ ആ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ വെട്ടം കാരണം നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഉള്ളിലും കയറി നമ്മൾ കുറേ വീഡിയോസ് എടുത്തു. അപ്പോൾ അവിടെ ഈ ഉത്സവം നടക്കുന്നതുകൊണ്ട് അതിൻ്റേതായ കുറേ ഇത് കണ്ടില്ലേ, തിരുമേനി എന്തൊക്കെയോ ചടങ്ങുകൾക്ക് വേണ്ടി കോലമാണോ ആ സംഭവമൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൂട്ടത്തിലുള്ള നിഷ ചേച്ചിയുടെ അച്ഛനും അമ്മയാണ് നമുക്ക് ഈ പ്രോഗ്രാം സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ. അവരുടെ നാട്ടിലെ അമ്പലമാണിത്. അപ്പം ഒരുപാട് താങ്ക്സ്. നല്ല അച്ഛനും അമ്മയും, വളരെ സ്നേഹമുള്ള അച്ഛനും അമ്മയായിരുന്നു കേട്ടോ. നമ്മളിലെ എളിയ കലാകാരൻ മനസ്സിലാക്കി നമുക്ക് ചെറിയൊരു പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് തന്നതിന് ഒത്തിരി നന്ദി. എൻ്റെ ചേച്ചിയാണ് ഗുരുനാഥ. അപ്പം ചേച്ചിയുടെ അനുഗ്രഹമൊക്കെ കാലയെ തൊട്ട് വണങ്ങി പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ നമ്മുടെ കൊച്ചു പിള്ളേരാണ്, നമ്മുടെ തന്നെ ടീമിലുള്ള കുഞ്ഞു പിള്ളേരാണ്. നേരത്തെ കൊച്ചു പിള്ളേരില്ലായിരുന്നു, ഇപ്പം നമുക്ക് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനും ചേച്ചിയാണ് പെയർ. എപ്പോഴും ഞങ്ങളാണ് കേട്ടോ ഒരുമിച്ച് നിൽക്കുന്നത് ആദ്യം തൊട്ട്. പിന്നെ എനിക്കാണെങ്കിൽ പ്രാക്ടീസ് വളരെ കുറവാണ്. എപ്പോഴും ചേച്ചിയുടെ സ്ഥലത്ത് മാന്നാനത്താണ് പ്രാക്ടീസ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ വീട് പരിപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പ്രാക്ടീസിനൊന്നും പോകാൻ പറ്റാറില്ല കേട്ടോ. എങ്കിലും നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ജസ്റ്റ് അവർ നന്ദി പ്രകാശനമൊക്കെ നടത്തി. പിന്നെ ഇവിടുത്തെ ആൾക്കാരെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഭയങ്കര വൈബ് ടീംസാണ് കേട്ടോ, നല്ല വൈബ് ടീംസ്. അവരിത് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര തുള്ളലൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നേ, അവിടുത്തെ പ്രസാദമൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോന്നു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ വരും കേട്ടോ കാണാനും. ഭയങ്കര സപ്പോർട്ടീവാണ്. അവരുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര ലേറ്റായിട്ടൊക്കെ ആണെങ്കിലും ഓരോ പ്രോഗ്രാമിനൊക്കെ പോകാൻ പറ്റുന്നത്. പിന്നെ ചേച്ചിയുടെ കാലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ വീണിട്ട് നഖം ഇളകി മുറിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ എന്നിട്ടും ആ ഒരു ആത്മാർത്ഥത കൊണ്ട് കളിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോന്നു.